നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ 16mm മ്യൂസിയം ഇവിടെ നമ്മുടെ എറണാകുളത്തുണ്ട്. ഫിലിംസ് വന്നതും ആർക്കും അറിയില്ല. ഇൻ ബിറ്റ്വീൻ 80 and 90 എന്ന് പറയാം പോപ്പുലർ ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിഷ്വൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. ഫസ്റ്റ് ആയിട്ട് വാങ്ങിയതിന്റെ ആദ്യത്തെ പ്രൊജക്ട്. അത് എത്ര വർഷത്തെ പഴക്കമാണ്? അത് അതിനൊരു നിയർലി 48-50 ഒക്കെ ഉണ്ടാവും. കൂട്ടും കൂടി ഇങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന ചവറുകൾക്കിടയിലൊക്കെ ഞാൻ കണ്ടത് പഴയ 1964 ഭാർഗവ നിലയത്തിൻ്റെ പോസ്റ്റർ, 1959 ഇറങ്ങിയ നാടോടികൾ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ ഉൾപ്പെടെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ഓരോ പെട്ടി തുറക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് നിധി പോലെ പല പല സാധനങ്ങൾ കിട്ടി. സിനിമകൾക്കിടയിൽ പരസ്യം കാണിച്ചിരുന്ന പ്രൊജക്ടറാണത്. വാൾട്ട് ഡിസ്നി 1960കളിൽ ഇറക്കിയിട്ടുള്ള ആനിമേഷൻ സിനിമകളുണ്ട്. അത് വാൾട്ട് ഡിസ്നി പോലും ചിലപ്പോൾ ഇപ്പോൾ കാണത്തില്ല. അനമോർഫിക് ലെൻസ് ഉണ്ടായിരുന്നു. അനമോർഫിക് ലെൻസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബിഗർ സ്ക്രീനിലേക്ക് അടിക്കുന്നത്. ഇതിനൊരു അധികമൊന്നും ഉണ്ടാവും, ഒരു 60 വർഷത്തെ പഴക്കമുണ്ടാവുള്ളൂ. ഭരതൻ കൈകൊണ്ട് വരച്ച നിദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ താല്പര്യമുള്ളത് വരട്ടെ, കാണട്ടെ. നമ്മുടെ ആഗ്രഹം വെച്ചാൽ ഇവിടെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമെങ്കിലും സംരക്ഷിക്കണം. നമ്മുടെ ശരീരം ഒരല്പം തളർച്ച വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയുമോ? എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണിത്. അതെ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം വേണമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. സോ ഞാൻ ഇന്നുള്ളത് എറണാകുളത്ത് HBK മെമ്മോറിയൽ 16mm ഫിലിം മ്യൂസിയത്തിലാണ്. അതായത് നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ 16mm മ്യൂസിയം ഇവിടെ നമ്മുടെ എറണാകുളത്തുണ്ട്. ആൻഡ് അതിൻ്റെ പിന്നിൽ ആരാണ് നമുക്കിപ്പോൾ പരിചയപ്പെടാം. സോ ഇതാണ് ജയ കമ്പത്ത് മാം. ഹലോ മാം. ഹായ്, നമസ്കാരം. സോ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവം സിനിമാ പ്രേമികൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് തന്നെ. ശരിക്കും എന്താണ് ഈ ഒരു സ്ഥലത്തിന് പിന്നിലെ ഒരു സ്റ്റോറി എന്ന് പറയാൻ ആക്ച്വലി ഞാനിവിടെ വന്നപ്പോൾ മുതലുള്ള സംഭവമാണ്. എൻ്റെ ഹസ്ബൻഡ് സൈഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ വന്നു, എനിക്ക് ജോലിയൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഫുൾ ടൈം വീട്ടിലിരുന്നിട്ട് ചെയ്യും. ഹസ്ബൻഡ് വേറെ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഹി വിൽ ഹെൽപ്പ് മീ. അങ്ങനെ ആയിട്ട് മുഴുവനായിട്ട് തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മാത്രമാക്കി മാറ്റി, അതെ, ഫുൾ ടൈമായിട്ട്. ബിക്കോസ് വി ആർ ഇഷ്യൂലെസ്. അതുകൊണ്ട് വേറെ നോക്കണ്ട, ഇനിയിപ്പോൾ ഇതിൽ കിടക്കാം, ജോലിക്ക് പോയിട്ട് അധികം ടെൻഷനൊന്നും വേണ്ടല്ലോ, ഇത് തന്നെ ആവാമെന്ന് വെച്ചിട്ടാണ് ആക്കിയത്. അതിനുശേഷം ഒരു 90-95 വരെയൊക്കെ പോയിരുന്നു. പിന്നീട് വൈൻഡപ്പ് ചെയ്തു. ശരിക്കും അന്നത്തെ കാലത്ത് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു മെയിൻ ആൾക്കാരായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ലേ? സോ അപ്പം ആദ്യം നമ്മൾ പറയണം, ബാലകൃഷ്ണൻ കമ്പത്ത് സാറാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹാർട്ട് എന്ന് പറയുന്നത് അല്ലേ? ഒരു ഫ്രണ്ടിനോടൊപ്പം ജസ്റ്റ് സൈഡ് എന്നല്ല, എൻജോയ്മെൻറ്റും ഒപ്പം പ്രിൻസിപ്പലി ന്യൂ ജനറേഷൻ എന്തെങ്കിലും മെസ്സേജൊക്കെ കൊടുത്ത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മീഡിയ ആണ് ഇത്. അവരുള്ളിടത്തേക്ക് കൊണ്ടു ചെന്ന് കാണിച്ചിട്ടെടുക്കാമല്ലോ എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ആക്കിയതാണ്. ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിറ്ററലി നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് കുറച്ച് 70s പോയ പോലെ തന്നെയുണ്ട്. പഴയ സിനിമകളുടെ പോസ്റ്ററുകൾ, ഫിലിം റീൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മാം, ഇത് ഒന്ന് നമ്മുടെ ഓഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താമോ? ഫിലിം റീൽസ് അത് ആദ്യമൊക്കെ മദ്രാസിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും, ഞാൻ പറഞ്ഞില്ലേ ഡോക്യുമെൻ്ററി, കുറച്ച് കുട്ടികൾക്ക് മെസ്സേജസ് ഉള്ള ഡോക്യുമെൻ്ററി ഇവിടെ ഫീൽഡ് പബ്ലിസിറ്റി എന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫിലിമിൻ്റെ കൂട്ടത്തിൽ കാണിച്ച് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നായിരുന്നു എയിം. അങ്ങനെ തുടങ്ങി വെച്ചതാണ്. പിന്നെ ഇടുക്കിയിൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി, അവരാണ് ഓൾമോസ്റ്റ് തുടക്കം എന്ന് പറയാം. അവരുടെ തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ പെർ വീക്ക് ഷോ കാണിച്ചിരുന്നു. ഇതൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് വെച്ചതാണ് ഓരോന്നായിട്ട് വരും. ഇപ്പം നമുക്കിവിടെ 16mm സൗണ്ട് പ്രൊജക്ടർ, അത് അപ്പോൾ ഇത് എങ്ങനെ ഇത് കളക്ട് ചെയ്തത്, അതിൻ്റെ പിന്നിലത്തെ കാര്യം? അത് ഫോട്ടോഫോണിൽ നിന്ന് പുതിയതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനു മുൻപ് പഴയൊരു പ്രൊജക്ടറാണ് വാങ്ങിയത്. ഫസ്റ്റായിട്ട് വാങ്ങിയത് അതായിരുന്നു എന്നാണ് ആദ്യത്തെ പ്രൊജക്ടർ. അതിവിടെ ഉണ്ടായിരുന്ന ഒരു ലൂയിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. എത്ര വർഷത്തെ പഴക്കമാണോ അത്? അതിനൊരു നിയർലി
48-50 ഒക്കെ ഉണ്ടാവും. 74 or something I think. ഓക്കെ പിന്നെ ബെല്ലൻ ഹവൽ വാങ്ങി, അത് കഴിഞ്ഞിട്ട് RCA ആയി, പിന്നെ ഫോട്ടോ ഫോണായി. ഓക്കെ പിന്നെ കെൽട്രോണിലേക്ക് പോയില്ല. അപ്പോഴത്തേക്ക് കെൽട്രോണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതിലേക്കൊന്നും പോയില്ല. അതിനു മുമ്പ് ഇത്രയും മതി എന്ന് വിചാരിച്ചു. മതി എന്ന് വിചാരിച്ചു. ഓക്കെ ഇത് കളക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് അങ്ങനെ എടുത്തിട്ട് വരുമോ? അല്ലല്ല, കറസ്പോണ്ടൻസിലൂടെ. ഓക്കെ 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 അങ്ങനെ. ശരിക്കും അത് സാറിന്റെ ഒരു ഹോബിയും പാഷനും ആയിരുന്നു. അതിൽ ഡിവോഷനും ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അതായത് ബി റെയർ എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. ഓക്കെ ആ റെയറിറ്റിയിലാണ് ഇതെടുത്തത്. ഇതായപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞു, ഞാൻ ഈ 16mm ഫിലിംസ് വന്നതും ആർക്കും അറിയില്ല. അതായത് പോപ്പുലറായിട്ട് പിന്നെ വളരെ കുറച്ച് കാലമാണ് പോപ്പുലറായിട്ട് നിന്നത്. ഐ മീൻ ഒരു 80 ഇൻ ബിറ്റ്വീൻ 80 and 90 എന്ന് പറയാം പോപ്പുലറായിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിഷ്വൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ കുറഞ്ഞു, ഇവിടെയൊക്കെ കുറഞ്ഞു. ഔട്ട് സ്റ്റേഷൻ മാത്രമായി. അങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്തത്. ഔട്ട് സ്റ്റേഷനൊക്കെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും തോന്നി. വേറെ ആൾക്കാരെ നിർത്തിയാലും അത് ഫെച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. ശരിക്കും ഇതില് ഇവിടെയുള്ള മൊത്തം ഇങ്ങനെയുള്ള ഐറ്റംസിൽ മാമിന് ശരിക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് ഇതിന്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഥയാണ് എന്ന് പറയാൻ പറ്റുന്നത് എന്താ ഉള്ളത്? ചെമ്മീനൊക്കെ എനിക്ക് കിട്ടിയിരുന്നില്ല. ഈ നാടൊക്കെ എടുക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാ, ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് വേണം എന്നുള്ള ഇതിലാണ് എടുത്തത്. പിന്നെ അനാവരണം ഉണ്ടായിരുന്നു. ശ്രീദേവിയുടെ പിക്ചറായിരുന്നു ഫസ്റ്റ് ആനിമിഷം എന്ന് പറഞ്ഞിട്ട്. അത് ശ്രീദേവിയുടെ പിക്ചറാണ്, അത് സ്വന്തമായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ ഒപ്പത്തിൽ തന്നെയാണ് 4-5 എണ്ണമായിട്ട് വാങ്ങി, അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് തുടങ്ങിയത് സ്വന്തമായിട്ട് വാങ്ങാനായിട്ട്. അതിന് മുമ്പ് റെന്റഡ് കൊണ്ടുവരിക. ഈ മലയാളം മാത്രമല്ല, ഹിന്ദി, വേറെ ലാംഗ്വേജസ്, കന്നഡ, ഈ പറഞ്ഞ മാതിരി HCCയിലെ തൊഴിലാളികളെ ഉദ്ദേശിച്ചിട്ട് കന്നഡ, അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഈ സിനിമയോടുള്ളൊരു ഇത്രയും ആ ഒരു സ്നേഹം എങ്ങനെ തുടങ്ങിയത്? സിനിമ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ മാതിരി പൊതുസമൂഹത്തിലെ നന്നാക്കാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് അന്നൊക്കെ. ഇപ്പോഴത്തെ കാലമല്ലോ ഞാൻ പറയുന്നത്, അന്നത്തെ ആ ഒരു സമയത്ത്. ഞാൻ ഐ എം ഫ്രം ട്രിവാൻഡ്രം. അപ്പം ഞങ്ങളവിടെ, ഞാൻ വീട്ടിൽ എൻ്റെ പൂജപ്പുരയാണ്, ആകാശവാണി, അവിടുത്തെ ആൾക്കാരും ഒക്കെ ആയിട്ട് പരിചയമുണ്ട്. അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ളൊക്കെ പരിചയത്തില് ആർട്ടും ഇങ്ങനെ മീഡിയയിലേക്കും, അന്ന് ആകാശവാണി ആയിരുന്നല്ലോ ആ നിലയിലേക്ക്, അതിലേക്ക് ഒരു ഇത് വന്നു, ലൈക്ക് വന്നു. ലൈക്ക് വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ കൂട്ടായിട്ട് അങ്ങനെ ചർച്ച ചെയ്യലും, ക്ലാസ്സിലാണെങ്കിലും അങ്ങനെ. പിന്നെ നമ്മളെ മലയാളമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരൊക്കെ നല്ല ഇതായിരുന്നു, ഇങ്ങനെ മീഡിയ നോക്കി ക്ലാസ്സിലെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്ന ആൾക്കാർ. അങ്ങനെ ആയപ്പം കുറച്ചും കൂടി അടുപ്പമായി. അങ്ങനെ മാരേജ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ആ ഫീൽഡ് ഉണ്ടായിരുന്നു. അതെ, അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നോ? ശരിക്കും സാറിന് ഇത്ര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാന്ന് അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നാണ് അറിയുന്നത്. ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ സൈഡായിട്ട് വേറെ ആളുമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. എനിക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോ ഇങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയപ്പോ എന്തായിരുന്നു ശരിക്കും തോന്നിയത്? സന്തോഷം തോന്നി, ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് ജോലി കിട്ടിയിരുന്നത്. വേണ്ടാന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു ഏലിയൻ മീഡിയം ആണല്ലോ, ആൾക്കാർക്ക് അത് ഭയങ്കര ആരാധനയാണ്. അവരെന്തോ സ്വർഗ്ഗലോകത്ത് നിന്ന് വന്ന ആൾക്കാർ വന്നിട്ട് ഏതാണ്ടൊക്കെ കാണിക്കുന്ന പോലെയായിരുന്നു അവര് വന്ന ഒരു ഫീലിംഗാ. ജോലിക്കാരല്ലേ എല്ലാവരും. അപ്പം അവരൊക്കെ ഇങ്ങനെ കണ്ടുപരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ, ഓ ഇവരാണ് സിനിമ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരാണ്, പിന്നെ മറ്റേ സാബ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയില് ഒരു ഭയങ്കര പിന്നെ അവിടുത്തെ ഒഫീഷ്യൽസ് ആണെങ്കിലും നല്ല ഇതായിരുന്നു. ഈ ശരിക്കും ഫിലിം ഫീൽഡിൽ നിന്ന് അങ്ങനെ കോണ്ടാക്ട് ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പോവാറില്ലായിരുന്നു. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനെ ഞാൻ പറയാറുണ്ടായിരുന്നു, പക്ഷേ he was not so much interested to that much. Name and fame are mere vibrations in the air എന്നായിരുന്നു പ്രിൻസിപ്പിൾ. അതുകൊണ്ട് കംപ്ലീറ്റ് ഉൾവലിഞ്ഞ ചെയ്യുന്ന പണിയോട് ഡിവോഷൻ വേണം, അതായിരുന്നു പെർഫെക്ഷൻ വേണം, അതായിരുന്നു പ്രിൻസിപ്പിൾ. അത് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ അന്ന് ചെയ്യാതിരുന്നത്. അവസാനം ഞാൻ ചെയ്യാന്ന് പറഞ്ഞതാണ്. സോ ഇപ്പം ഇന്ന് നമ്മൾ ഈ കാണുന്ന മ്യൂസിയം, ഇതിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ ഒരു ഭീകരമായ ട്രാൻസ്ഫോർമേഷൻ ആണത്. അതിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് VK സുഭാഷ് എന്ന് പറയുന്ന സാറാണ്. സാറ് ആക്ച്വലി ഈസ് എ ഡയറക്ടർ, ഛായാഗ്രഹകനാണ്. ഇത് ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൈസസ് കിട്ടിയിട്ടുള്ള ഗ്രീൻ മാൻ എന്ന ഡോക്യുമെൻ്ററി ഡയറക്ടറാണ് അദ്ദേഹം. സോ ലെറ്റ്സ് വെൽക്കം ഹിം. ഹലോ സർ.
ഹായ് സർ. സോ അപ്പം ഈ മ്യൂസിയം ഇന്ന് ഈ ഒരു നിലയിലൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഹാവ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ ഇറ്റ്. എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ജംപ് ഇൻ ടു ദിസ് പ്രോജക്റ്റ്? അത് വളരെ യാദൃശ്ചികമായിരുന്നു. ഞാൻ അമ്മയെ പരിചയപ്പെടുന്നത് വേറൊരു ഫംഗ്ഷനിൽ വെച്ചാണ്. അമ്മയ്ക്ക് അത് ഓർമ്മ ഉണ്ടായിരുന്നു. അമ്മ എന്നെ എറണാകുളം സെൻറ്റ് ജോസഫ്സ് കോളേജിൽ എൻ്റെ പടത്തിൻ്റെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ കാണാൻ വന്നു. എന്നോട് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്, മോനൊന്ന് വന്ന് കാണണം, എനിക്ക് ഡോക്യുമെൻ്ററി ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഡോക്യുമെൻ്ററി മേക്കിങ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ഞാൻ വന്ന് കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് കാണുമ്പോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ബ്രഹ്മയുഗം സിനിമ കണ്ടിട്ട് പിറ്റേ ദിവസം കണ്ട് ഇവിടെ വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അതുമാതിരിയുള്ളൊരു സംഭവങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വേറെ ഒന്നല്ല, എല്ലാം ഡംപ് ചെയ്ത് നശിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കൂട്ടും കൂടി ഇങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന ചവറുകൾക്കിടയിലൊക്കെ ഞാൻ കണ്ടത് പഴയ 1964 ഭാർഗവി നിലയത്തിൻ്റെ പോസ്റ്റർ, 1959 ഇറങ്ങിയ നാടോടികൾ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ ഉൾപ്പെടെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ എനിക്ക് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഞാനിത് ഏറ്റെടുക്കുകയാണ്, നമുക്ക് ചെയ്യാം, പൈസയ്ക്ക് ഇത്തിരി ചിലവാകും, പക്ഷെ പരമാവധി ഇവിടുത്തെ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടുത്തെ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചില്ല, പുറത്തുനിന്നുള്ള സാധനങ്ങൾ അധികം ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളിത് ക്ലീനിങ് തുടങ്ങി. ഒരു 3 മാസത്തോളം ഭയങ്കരമായിട്ട്, അതായത് മറ്റു ജോലിക്കാരെ ഞങ്ങളെ ഏൽപ്പിച്ചില്ല, ഞാനും എൻ്റെ 2 അസിസ്റ്റൻറ്റ്സും കൂടി ചെയ്തത്. കാരണം വെച്ചാൽ വേറെ ജോലിക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ വീട് റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോൾ അവർ ഇതെല്ലാം ഇതിന് വാല്യൂ അറിയാതെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടി തനിയായിരുന്നു 3 മാസത്തോളം എടുത്ത് പണിയെടുത്ത് അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോ ദിവസം തോറും ഡെവലപ്മെൻ്റ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, ഓരോ പെട്ടി തുറക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് നിധി പോലെ പല പല സാധനങ്ങൾ കിട്ടി. പണ്ട് നോട്ടീസ് അടിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലോക്കുകൾ, ഫിലിം റീലുകൾ, പിന്നെ ഏറ്റവും പ്രധാനമാണ് വാൾട്ട് ഡിസ്നി 1960 ഇറക്കിയിട്ടുള്ള ആനിമേഷൻ സിനിമകളുണ്ട്. അത് വാൾട്ട് ഡിസ്നി പോലും ചിലപ്പോൾ ഇപ്പോൾ കാണത്തില്ല. 1961 ഇറക്കിയ ജംഗിൾ ബുക്ക്, ആദ്യത്തെ ജംഗിൾ ബുക്കിൻ്റെ കോപ്പി, അതുപോലെ പ്രധാനപ്പെട്ട 4 ആനിമേഷൻ സിനിമകളുടെ 8mm ഫിലിം കോപ്പി, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഈ സിനിമ പോസ്റ്റേഴ്സ് മുഴുവൻ, അതായത് ഇവിടെ ഒരു കാറ്റലോഗുണ്ട്, അതിനകത്ത് ആ സമയത്ത് ഇറങ്ങിയ പടത്തിൻ്റെ എല്ലാത്തിൻ്റെയും പോസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാം കിട്ടി. അങ്ങനെ ഞങ്ങളിത് പതുക്കെ തുടങ്ങി ഇതൊരു ചെറിയ മ്യൂസിയം ആക്കി മാറ്റി. കാരണം ഇത് പുതിയ തലമുറയ്ക്ക് ഇതറിയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ സിനിമയുടെ ഒരു ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഗവേഷണം നടത്തുന്ന ആൾക്കാർക്ക്, PhD ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാം. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ സാർ ഇതിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഇത് ശരിക്കും കിട്ടിയപ്പം ശരിക്കും എക്സൈറ്റ്മെന്റ് തോന്നിയ ഒരു എലമെന്റ് എന്തായിരുന്നു? എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടോ അങ്ങനെ? ഈ പ്രൊജക്ടേഴ്സൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരുടെ പ്രദർശനം തന്നെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് അത് ഓർമ്മയൊക്കെ വരുന്നത്. അമ്മ അറിയാൻ സിനിമ ഒക്കെ ഞാൻ ഇവരിലൂടെ കണ്ടിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് 1959 ഒരു സിനിമ പോസ്റ്ററുണ്ട്. അതിൽ കണ്ട ഒറ്റമോട്ടത്തിൽ കണ്ട പ്രേം നസീറാന്ന് തോന്നും, പക്ഷെ നസീറല്ല, പ്രേം നവാസാണ്. നസീർ സാറിൻ്റെ അനിയൻ അഭിനയിച്ച 1959 ഇറങ്ങിയ സിനിമയാണ്, ഓടിയിട്ടില്ല. പക്ഷെ അതൊരു ചരിത്രമാണ്. 1959 ഒറിജിനൽ പോസ്റ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഭാർഗവി നിലയം ഇന്നും ലോകത്ത് ഏറ്റവും വലിയ ക്ലാസിക്കായിട്ട് അനുഭവപ്പെടുന്ന അറിയുന്ന ഒരു മലയാള സിനിമയാണ്. A. വിൻസെൻ്റ് സാർ സംവിധാനം ചെയ്ത. അത് ജർമ്മനിലൊക്കെ ഇപ്പോഴും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒറിജിനൽ പോസ്റ്റർ, അതായത് അന്ന് അവർ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ചെയ്തിരുന്നു. അതായത് ഇപ്പോഴാണ് കുട്ടികൾ ഇവിടുത്തെ സിനിമ കുട്ടികൾ പുതിയ ആൾക്കാർ ക്യാരക്ടർ പോസ്റ്റർ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതൊന്നും അല്ല, അന്നേ അവർ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ, 8mm പ്രൊജക്ടർ, ലെൻസ്, അനമോർഫിക് ലെൻസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ. അനമോർഫിക് ലെൻസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബിഗർ സ്ക്രീനിലേക്ക് അടിക്കുന്നത്. പ്രൊജക്ഷൻ സ്ക്രീനിന് ഒരു വലിപ്പമുണ്ട്, ഒരു മീഡിയം വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ ഓഡിയൻസ് ഗ്രൗണ്ട്, അമ്പലപ്പറമ്പ്, പള്ളിപ്പറമ്പ് പോലെയുള്ള ഉത്സവങ്ങൾക്കൊക്കെ പ്രധാനമായിരുന്നു. അന്ന് ബാലെ നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിനിമാ ഷോ എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ അത്രയധികം ആളുകളോട് വരുമായിരുന്നു. അപ്പോൾ ആ ചെറിയ സ്ക്രീനിൽ കാണിച്ചാൽ പറ്റില്ല, അപ്പോൾ വലിയ സ്ക്രീനിലേക്ക് കാണിക്കണം. അതിനുവേണ്ടി ഇവർ അനമോർഫിക് ലെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കായിരുന്നു. ഇതാണ് ആ ലെൻസ്, കണ്ടോ? ഇത് ജപ്പാൻ മെയ്ഡാണ്. ഷാങ്കോർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, മെയ്ഡ് ഇൻ ജപ്പാനാണ്. ഇത് ഇവിടെ ഈ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ വിഷ്വൽ വലുതാവും. അപ്പോൾ ഇന്നത്തെ ക്ലാരിറ്റി ഒന്നും അല്ല, അന്നത്തെ ക്ലാരിറ്റി അവർക്കന്ന് വലുതായിരുന്നു സംഭവം.
അപ്പോൾ അങ്ങനെ വലുതാക്കി കാണിക്കുമ്പോഴാണ് ആൾ കൂടുതൽ ഓഡിയൻസിലേക്ക് അത് കവറേജ് ഉണ്ടാവുന്നത്. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാണോ ഇരിക്കുന്നത്? ഇത് കണ്ടീഷൻ ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഗുണം കൊണ്ടായിരിക്കും. ഇതിലൊരു ഫംഗസ് പോലും ഇല്ല. ഇല്ല. ഇത് വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഓ മൈ ഗോഡ്. എത്ര വർഷത്തെ പഴക്കമുണ്ടാവുന്നത്? ഇതിനൊരു അധികം ഒന്നും ഉണ്ടാവില്ല, ഒരു 60 വർഷത്തെ പഴക്കം ഉണ്ടാവുള്ളൂ. ഓക്കെ. പക്ഷെ ശരിക്കും ഒരു ന്യൂ പീസ് കാണുന്ന പോലെ തന്നെ അതിപ്പോഴും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് വേറെ സ്പെഷ്യൽ ബോക്സ് വെച്ചിട്ട് ഇനി അതിലാ ചെയ്യാൻ പോകും. കാരണം എല്ലാവർക്കും കൂടെ തൊടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചീത്തയായി പോകും. ഇതിന്റെ ഒരു കോസ്റ്റ് എന്തായിരിക്കും ആ ഒരു ടൈമിൽ? കോസ്റ്റ് അതെന്തായാലും അത്യാവശ്യം നല്ല വില ഉണ്ടാവും. പിന്നെ 15-16 അന്നത്തെ കാലത്ത് അതെ. അന്ന് ഇവർ ഇവിടെ ഈ സ്ഥലം മേടിക്കുന്നത് 15,000 രൂപയ്ക്കോ 12,000 രൂപയ്ക്കാണ് MG റോഡിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ 5 സെന്റ് സ്ഥലമോ 10 സെന്റ് സ്ഥലം മേടിക്കുന്ന പൈസ ഇതിനുണ്ടാവും. ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടാൽ അവര് വരെ ഞെട്ടുന്ന എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടാവുമല്ലോ ഇവിടെ. ഇതൊക്കെ ഇവിടെ ഉണ്ടോ? നമ്മുടെ എറണാകുളത്ത് ഇവിടെ ഈ സ്ഥലത്ത് ഇത് ഇരിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതെ. മമ്മൂക്ക ആദ്യകാലത്ത് അഭിനയിച്ച ഊതിക്കാച്ചിയ പൊന്നു എന്ന് പറഞ്ഞ പടത്തിന്റെ പോസ്റ്റർ, ഒറിജിനൽ പോസ്റ്റർ ഇവിടെ ഉണ്ട്. അതിൽ ലാലേട്ടനുണ്ട്. അത് നിങ്ങൾ കാണണം. അത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ എവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഫസ്റ്റ് എഡിഷൻ അല്ലേ? ഇപ്പോൾ ലാലേട്ടൻ അഭിനയിച്ച് ഇനിയെങ്കിലും ഒറിജിനൽ പോസ്റ്റർ ഉണ്ട്. ഈനാട് സിനിമയുടെ ഒറിജിനൽ പോസ്റ്റർ ഉണ്ട്. അന്ന് ക്യാരക്ടർ പോസ്റ്റർ ഉണ്ട്. ലാലുരസിന്റെ ഒറിജിനൽ പോസ്റ്റർ ഉണ്ട്. കൃഷ്ണേന്ദ്രന്റെ ഒറിജിനൽ പോസ്റ്റർ ഉണ്ട്. അത് ശ്രീദേവിയാണ്. ശ്രീദേവി വിൻസെന്റ് ആലിംഗനം. ഓ മൈ ഗോഡ്. അന്നത്തെ ശ്രീദേവി അതാണ്. അതെ. ശ്രീദേവി പോപ്പുലർ ആയിട്ടില്ല, കിടക്കുന്നതേ ഉള്ളൂ. ഇത് പുതിയ തലമുറക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണിത്. ഇത് 35 ഫിലിമാണ്. 35 ഫിലിമാണ്. ഇതിന്റെ വലുതുണ്ട്, 70mm ഉണ്ട്, നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല. ഇത് അതിന്റെ പകുതിയുള്ള 16mm. ഈ 16mm ഫിലിമിലാണ് ഇവർ സ്ക്രീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനേക്കാളും ചെറിയ ഫിലിം ഉണ്ടായിരുന്നത് 8mm. ഇതിന്റെ പ്രൊജക്ടർ ഇവിടെ ഉണ്ട്. വാൾട്ട് ഡിസ്നിയുടെ അനിമേഷൻ സിനിമകളുണ്ട്. അതെല്ലാം 1960 ഇറങ്ങിയതാണ്. ഒറിജിനൽ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് സൂക്ഷിച്ചു വെച്ചതിന്റെ ഗുണം കേട്ടോ. ഇപ്പോൾ അതെ ആദ്യം കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോയതാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിനത് 2 കാര്യമുണ്ട് വ്യത്യാസം. 35 ഫിലിം പ്രൊജക്റ്റ് ചെയ്യുന്നത് ബൾബ് അല്ല, കാർബൺ ബേൺ ചെയ്തിട്ടാണ്. അങ്ങനത്തെ സിസ്റ്റമായിരുന്നു. അത്ര ലോങ് ത്രോ ഹൈ പവർ ലൈറ്റ് കിട്ടണമെങ്കിൽ കാർബൺ റോഡുകൾ കത്തിച്ചിട്ട് ആ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ബൗൺസ് ചെയ്തിട്ടാണ് ഈ 100 മീറ്റർ അകലെ നിന്നത് വലിയ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഡിജിറ്റൽ പ്രൊജക്ഷൻ വരുന്നതിന് മുമ്പ്. അപ്പോൾ അതിന് അത്രയും പവർ വേണമായിരുന്നു. പക്ഷെ 16mm 8mm ബൾബുകളാണ്. കാണിച്ചു തരാം. ബൾബുകളാണ്. ആ ബൾബ് കത്തുന്ന പ്രകാശത്തിൽ നിന്ന് ബൗൺസ് ചെയ്തിട്ടാണ് ആ ലൈറ്റ് സ്ക്രീൻ ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇത് ഇനിയെങ്കിലും സിനിമയുടെ ഒറിജിനൽ പോസ്റ്ററാണ്. IBCC ഡയറക്റ്റ് ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമ ഏതൊക്കെയാണ്. ഇത് പളങ്കുപാത്രം തിക്കുറിശി ഡയറക്റ്റ് ചെയ്ത പടമാണ്. അത് KS ഗോപാലകൃഷ്ണനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാണത് 70-ലാണ്, 1970-ലാണ്. ഒറിജിനൽ പോസ്റ്ററാണ്. പളുങ്കുപാത്രം സിനിമയുടെ ഒറിജിനൽ പോസ്റ്റർ 1970-ലെ. ആൽമരം A. വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്തിട്ടുള്ള പടമാണ് ആൽമരം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒറിജിനൽ പോസ്റ്റർ. ഇന്നല്ലെങ്കിൽ നാളെ 82-ലെ ഒറിജിനൽ. ഇത് പേപ്പർ, ആ പേപ്പർ തന്നെയല്ലേ? അല്ല, അതാണ് അത്ഭുതം. അത് എന്നിട്ട് ഞങ്ങളത് ചാർട്ട് പേപ്പർ മേടിച്ച് അതിൽ ശ്രദ്ധിച്ച് ഒട്ടിച്ചതാ. ഓരോ ഭാഗം ഒടിഞ്ഞു പോകും കണ്ടോ, നല്ല പൊടിഞ്ഞു പോകും. ഇനി സത്യം പറഞ്ഞാൽ ഇനി ഇത് സൂക്ഷിക്കണമെങ്കിൽ ഇത് ലാമിനേറ്റ് ചെയ്യണം. ലാമിനേറ്റ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്യണം. അപ്പോഴാണ് പ്രിസർവേഷൻ പൂർത്തിയാവും. ഇങ്ങനെ ഇരുന്നത് നശിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ചിലവ് കൂടുതലാണ്, ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടൊന്നുമില്ല. അപ്പോൾ ഇനി ആരെങ്കിലും അത് കണ്ടറിഞ്ഞ് നമ്മളിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കും. ദ ഫ്യൂച്ചർ ഇസ് നത്തിങ് വിത്തൗട്ട് ഹിസ്റ്ററി. ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു വേർഡാണ്, എൻ്റെ തന്നെ ഒരു വേർഡാണ്. ഫ്യൂച്ചർ നിങ്ങൾക്ക് കണ്ടോ അല്ലേ? ഹിസ്റ്ററി ഇല്ലാതെ എന്ത് ഫ്യൂച്ചർ? ഇപ്പം അത് കണ്ടോ, ബെൽ ആൻഡ് ഹവൽ എന്ന് പറഞ്ഞ എൻ്റെ അമേരിക്കൻ പ്രൊജക്ടർ നിർമ്മാതാക്കളുടെ ആദ്യത്തെ പ്രൊജക്ടറാണിത്. മെയ്ഡ് ഇൻ ചിക്കാഗോ. ആ സമയത്തുള്ളതാണ്, 1960-കളിലുള്ളതാണ്. അത് എൻ്റെ സ്പീക്കറാണ്. ഈ പെട്ടികളിലാണ് ഇവരിത് കൊണ്ടുപോയിരുന്നത്. ഫിലിം വരുന്നത് വേണം, മദ്രാസിൽ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ വരുമല്ലോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, തിയേറ്ററുകളിൽ പണ്ട്
സിനിമകൾക്ക് തുടങ്ങുമ്പോൾ മുമ്പ് ഡോക്യുമെൻ്ററികൾ കാണിക്കുമായിരുന്നു. ഓക്കെ. 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ള ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ല, ഓക്കെ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ചാൾസ് രാജകുമാരൻ്റെ കല്യാണം ഇവിടുത്തെ ആൾക്കാർ കണ്ടത് ഇവർ കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. ആണോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് ലോട്ടസ് ക്ലബിൽ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുവന്നു പ്രൊജക്ടറും മറ്റു നമുക്ക് ഇവർ കൊണ്ട് കാണിച്ചു. ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അത് പ്രത്യേക സ്പെഷ്യൽ ഷോ ആയിരുന്നു. ഓക്കെ. അവിടെ ഒരു കല്യാണത്തിന് കൂടിയ ആൾക്കാർ അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ലോട്ടസ് ക്ലബിൽ. വേവ്സ് ഓഫ് മെമ്മറീസ്. അതെ. സർ, ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്ററിയുടെ പേരാണോ അത്? ഡോക്യുമെന്ററിയുടെ പേര് 16mm സ്റ്റോറീസ് ആണ്. 16mm സ്റ്റോറീസ്. റിവൈൻഡിങ് ഹിസ്റ്ററി എന്നാണ്. റിവൈൻഡിങ് ഹിസ്റ്ററീസ്. ഓക്കെ. ഈ ബോക്സ് ഉണ്ടോ? യാദൃശ്യമായിട്ട് കൈ കിട്ടിയതാ. ഈ സിനിമ വന്ന പെട്ടിയത്. ഓക്കെ. ഈ സിനിമയുടെ 16mm കോപ്പി ഇവരുടെ കയ്യിൽ എത്തിയതിൻ്റെ ഒറിജിനൽ പ്രിൻ്റാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതേന്ത് ചെയ്തു. ഭാർഗവി നിലയത്തിൻ്റെ പോസ്റ്ററാണ്. ഒറിജിനൽ പോസ്റ്ററാണ്. ക്യാരക്ടർ പോസ്റ്ററാണ്. ഭാർഗവി മാത്രമേ ഉള്ളൂ. മധുസാറിൻ്റെ ക്യാരക്ടർ ഇല്ല. ബഷീറില്ല. 1964 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ക്ലാസിക് സിനിമയുടെ എ വിൻസൻ സാർ സംവിധാനം ചെയ്ത ക്ലാസിക് സിനിമയുടെ ഒറിജിനൽ പോസ്റ്ററിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ കിട്ടിയുള്ളൂ. അത് കിട്ടിയ പാടെ ഇതാണ് എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. ഇതും നാടോടികളും. ഇത് കണ്ടോ? ഉദിക്കാച്ചിയ പൊന്ന്. ലാലേട്ടൻ്റെ കൊലം കണ്ടോ? 81 ഇതാണ് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിച്ച ആദ്യത്തെ പടമൊന്നുമല്ല. അതിനുമ്പ് വേറെ പടം ഉണ്ടെന്ന് തോന്നുന്നു. 81 അതിന്റെ ഒറിജിനൽ പോസ്റ്റർ. ഹീറോസ് ആയിട്ട് വന്നിട്ടില്ല. ഇല്ല, ഇതിലെ ഹീറോ വേറെ ആരുണ്ടോ? ശ്രീനാഥൻ മറ്റും. ശരിക്കും പൂർണിമയെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് വേറെ ശ്രീനാഥാണ്. ഓക്കെ. ഇവരൊക്കെ പിന്നാലെ ഉണ്ടാവും. ഇത് കണ്ടോ? മൂടുപടം 63 1963. അത് ക്യാമറ ചെയ്തിരിക്കുന്നത് ആരാ? രാമു കാര്യേട്ടൻ്റെ പടമാണ് ഇത്. ചെമ്മീൻ സംവിധാനം ചെയ്ത് പ്രശസ്തനായ നമ്മുടെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയ ചെമ്മീൻ സിനിമ സംവിധായകൻ രാമു കാര്യേട്ട് സാറിൻ്റെ പടമാണ്. എ വിൻസൻ മാഷാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇത് നോക്കൂ, പൂജാ പുഷ്പം. അതും KS ഗോപാലകൃഷ്ണൻ നിർമ്മിച്ച ശാരദ പിക്ചേഴ്സിൻ്റെ പടമാണ്. തിക്കുറിശിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 69 ഒറിജിനൽ പോസ്റ്ററാണ്. ഇതാണ് മീൻ സിനിമയുടെ ഒറിജിനൽ പോസ്റ്റർ. ഇത് ഇങ്ങനൊരു പോസ്റ്റർ അവരന്ന് പരീക്ഷിച്ചായിരിക്കും. 5 ഫീറ്റ് ഹൈറ്റ്, 5 ഫീറ്റ് 2 ഫീറ്റ് ഉള്ള ഇത്ര ഹൈറ്റിലുള്ള പോസ്റ്റർ നമ്മൾ പിന്നെ കണ്ടിട്ടില്ല. ഈ രീതി കണ്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഇറക്കാറില്ല. ഇത് അന്ന് ഇറക്കിയതാണ്. രണ്ട് പോസ്റ്റർ ഞങ്ങൾക്ക് കൈ കിട്ടിയുള്ളൂ. അത് പൊടിഞ്ഞു പോയിരുന്നു കുറേയൊക്കെ. എന്നാലും അത് കാര്യമായ ഡാമേജ് ഇല്ലാതെ കിട്ടി. മീൻ സിനിമ അന്ന് സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ജയനൊക്കെ ഉൾപ്പെടെയുള്ള വലിയ പടമാണ്. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. സിനിമകൾക്കിടയിൽ പരസ്യം കാണിച്ചിരുന്ന ഒരു പ്രൊജക്ടറാണിത്. ഇത് പോളണ്ടിൽ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പേര് ബാച്ക ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ മെയ്ഡ് ഇൻ പോളണ്ട്. ഇതിനകത്ത് ഫിലിം സ്ട്രിപ്പ് ഇട്ടിട്ടാണ് പുകവലിക്കരുത്, അടുത്ത ഉടൻ വരുന്നു സിനിമകളിലെ പരസ്യങ്ങൾ. അതിൽ വേറെ എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കടകളുടെ പരസ്യങ്ങളുണ്ടെങ്കിൽ ഇതിലായിരുന്നു കാണിച്ചിരുന്നത്. അല്ല, അതിൽ കാണിക്കാൻ പറ്റില്ല, മറ്റേ പ്രോജക്റ്റിൽ കാണിക്കാൻ പറ്റില്ല. ഷോയുടെ ഇടയ്ക്ക് ഫിലിം പൊട്ടിപ്പോകുമല്ലോ, അത് ജോയിൻ ചെയ്യാനുള്ള സിമൻ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇതിനുള്ളിൽ കയറ്റിയിട്ട് ഇത് പ്രസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇത് അതിൻ്റെ ലെൻസുകളാണ്, പ്രൊജക്ടറിൻ്റെ ലെൻസുകളാണ്. നേരത്തെ കാണിച്ച അനമോർഫിക് ലെൻസിൻ്റെ വേറൊരു ലെൻസാണ്. ലെൻസ് അനമോർഫിക് തന്നെയാണത്, സെയിം കമ്പനിയാണത്. ശങ്കർ, ജപ്പാൻ മെയ്ഡാണ്. ഇതും യൂസബിൾ ഫോമിൽ തന്നെയല്ലേ? ഇത് കണ്ടീഷനാണ്, ഇത് കാര്യമായ ഡാമേജ് ഒന്നുമില്ല. ഇതെല്ലാം ഓഡിയോ കാസറ്റാണ്. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഓഡിയോ കാസറ്റ്സ് പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്ന, പറഞ്ഞില്ലേ ലേറ്റ് അപ്പം അവിടെയൊക്കെ പാട്ട് കേൾക്കലും ഒക്കെ ആയിരുന്നു. അല്ലെങ്കിലും ജോലി ചെയ്യുമ്പോഴും രണ്ടുപേർക്കും പാട്ട് ഇഷ്ടമായിരുന്നു. ഇത് താഴെ ഇരിക്കുന്നത് ഭയങ്കര എൻജോയബിൾ ലൈഫായിരുന്നു. താഴെ ഇരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരുന്നു. അതായത് വോൾട്ടേജ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള, അതായത് പ്രൊജക്ടറിൻ്റെ ഹൈ വോൾട്ടേജ് ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ പവർ കുറയ്ക്കണം, അതിനുപയോഗിച്ചിരുന്ന സംഭവമാണ്. ഭയങ്കര വെയിറ്റാണ് ഈ സാധനത്തിന്. ഈ താഴെ ഇരിക്കുന്നതെല്ലാം ഇതെല്ലാം നോട്ടീസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബ്ലോക്കുകളാണ്. ബ്ലോക്സ് ആണ്, ഇങ്ങനെ ബ്ലോക്സ് വെച്ചിട്ടാണ് നോട്ടീസ് പ്രിന്റ് ചെയ്യുന്നത്. സിംഗിൾ കളർ ആയിരിക്കും, സിംഗിൾ കളർ ആയിരിക്കും. അതെ, അതെടുത്തിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ വേറൊരു മെഷീൻ ഉണ്ട്, അത് വെച്ച് പ്രസ് ചെയ്ത് നോട്ടീസ് അടിച്ചിരുന്നത്, സിനിമ നോട്ടീസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 8mm പ്രൊജക്ടർ. ഇത് ഹോം വീഡിയോ, ഹോം സിനിമ ഉണ്ടായിരുന്നു പണ്ട്. വലിയ പണക്കാരെ വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വീട്ടിൽ സിനിമ കാണിക്കുമായിരുന്നു.
അതിനുവേണ്ടി ഇറക്കിയിരുന്ന ഫിലിം ഫോർമാറ്റാണത്. കൊഡാക് കമ്പനി ഇറക്കിയ ഫിലിം ഫോർമാറ്റാണത്. ഓക്കെ. ആ ഫോർമാറ്റിനെ ഉപയോഗിച്ചിരുന്ന ഹോം വീഡിയോ കാണിക്കാനും ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറാണ്. ഇതുപോലെ തന്നെ ക്യാമറയും ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറയിലെ ആൾക്കാർ കാണിക്കുമായിരുന്നു. ഇത് ഷൂട്ട് ചെയ്തിട്ട് അത് മദ്രാസിൽ കൊടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ഇതുപോലെ പ്രിൻ്റ് അടിച്ചിട്ട് ഇതിലിട്ട് കാണിക്കും. ഓക്കെ. അപ്പോൾ അതിനുപയോഗിച്ചിരുന്ന പ്രൊജക്ടറാണ് ഇത്. ജപ്പാൻ മെയ്ഡാണ് ഇത്. ഷിനോൺ 8mm പ്രൊജക്ടർ. ഇത് ഫോട്ടോഫോൺ പ്രൊജക്ടർ തന്നെയാണ്. അവിടെ കണ്ടില്ലേ? അവിടെ കണ്ടില്ലേ? ഇതെല്ലാം പഴയ പോസ്റ്റേഴ്സാണ് കേട്ടോ. പോസ്റ്റർ ഇതുപോലത്തെ പോസ്റ്റർ അതെടുത്താൽ പൊടിഞ്ഞു പോകും. അതിന് രണ്ടാമത് ചെയ്യണം. ഓ ശരി ശരി. ഓക്കെ. അത് കുറേ ചെയ്ത് ഒട്ടിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഇത്രയും പോസ്റ്റേഴ്സ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. ശരി. ഇത് പേപ്പറൊക്കെ ശരിക്കും പൊടിഞ്ഞു. ഇതാണ് വാൾട്ട് ഡിസ്നി ഇറക്കിയ ആദ്യത്തെ ജംഗിൾ ബുക്കിൻ്റെ കോപ്പി. 1960 ഇറക്കിയതാണ്. ഒറിജിനലാണ്. ഇതാ 8mm കണ്ടോ? ഈ ഫിലിമാണ് അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതാ വാൾട്ട് ഡിസ്നി തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഒരു പുതിയ കോപ്പി ആയിരിക്കാം. ഇതുപോലൊരു കളക്ഷന്റെ ഭാഗമായിട്ട് അവര് അതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ചിലപ്പോൾ ഇവിടെ ഒന്ന് കണ്ടുവരും. ഇതാണ് പ്രൊജക്ഷൻ ബൾബുകൾ. കണ്ടോ? പ്രൊജക്ഷൻ ലാംപ്സ് എന്ന് പറയും. കണ്ടോ? മെയ്ഡ് ഇൻ ജപ്പാനാണ്. അപ്പോൾ ഈ ലാമ്പ് കത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ പ്രകാശം വരുന്നത്. ആ പുറയിലാണ് ബൾബ് കത്തുക. അണ്ടർ ലെൻസിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ടാണ് ഈ സ്ക്രീനിൽ അടിക്കുന്നത്. ഇത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ള സ്ക്രീനിന്. അപ്പോൾ ഇതിനേക്കാളും വലുതായിട്ട് കാണിക്കണമെങ്കിൽ പിന്നെ 35 വന്നപ്പോൾ സ്ക്രീൻ വലുതായി, കുറച്ചും കൂടി സിനിമാസ്കോപ്പായി. അങ്ങനെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ഡിജിറ്റലായി. അങ്ങനെ ഡിജിറ്റൽ സിനിമ വന്നു. ഡിജിറ്റൽ ഇനി ഐമാക്സായി. ഐമാക്സും എപ്പോഴെത്തിയിട്ടില്ല എല്ലാവരുടെ കയ്യിൽ. അങ്ങനെ സിനിമകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാകാനായിട്ട് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. എനിക്ക് 60mm ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു തമിഴ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 60mm സൂപ്പർ 16 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 35 ഫിലിമിൻ്റെ ക്യാനാണ് ഇത്. ഞാൻ 35 ഫിലിം ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്ത ഫിലിമിൻ്റെ ആദ്യം ഷൂട്ട് ചെയ്ത 100 അടി ഫിലിം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഫിലിം സ്പൂള്. ചിത്രാഞ്ജലിയിൽ പ്രോസസ്സ് ചെയ്താണ്. ഇനി ഒരിക്കലും അങ്ങനെ സംഭവം ഇനി ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹോളിവുഡിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വെരി എക്സ്പെൻസീവ്, ടൂ എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ സിനിമാറ്റോഗ്രാഫേഴ്സ് മാത്രം അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന എക്സ്പെരിമെൻസിൻ്റെ ഭാഗമല്ല. ഈ ഫിലിമിന് വേറെ ലുക്കുണ്ട്. ആ ലുക്ക് ഡിജിറ്റലിൽ 100% കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട് ചില ആൾക്കാർക്ക്. അവർ ഞാൻ ട്രഡീഷണൽ ഫിലിമിൽ തന്നെ ആ സിനിമയ്ക്ക് അങ്ങനെ വേണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും. റമനൻ്റെ പോലത്തെ സിനിമയൊക്കെ അങ്ങനെ ചെയ്ത പടങ്ങളാണ്. ഭരതൻ കൈകൊണ്ട് വരച്ച നിദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്ററാണ്, ഒറിജിനൽ പോസ്റ്റർ. 1981 ഇറങ്ങിയ നിദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ ഒറിജിനൽ പോസ്റ്ററാണ് അത്. അപ്പോൾ ഈ ബനിയാൻ്റെ ഉള്ളിൽ കയറുന്ന പരിപാടിയൊക്കെ പണ്ടേ ചെയ്തതാണ്. സദാനന്ദ സമയത്തിലെ ദിലീപും കാവ്യമാധവനും അല്ല ആദ്യമായിട്ട് ചെയ്യുന്നത്. അതെ. അതുപോലെ തന്നെ ഇതുണ്ടോ ക്യാരക്ടർ പോസ്റ്ററൊക്കെ അന്നേ ചെയ്തിരുന്നു. ഈ നാട് ഡയലോഗ് ഉണ്ട്. അത് നോക്കി സൂക്ഷിച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ. ഇനി നല്ലൊരു കാര്യം കാണിച്ചു തരാം. ഇതാ ആ ക്യാരക്ടർ പോസ്റ്റർ ഉണ്ടേ, അത് കൃഷ്ണേന്ദ്രനാണ്. ഈ നാട് സിനിമയിലെ ക്യാരക്ടർ പോസ്റ്ററാണ്. അതിൽ എഴുതിക്കണം. നോക്കി, എനിക്ക് പഠിക്കണം, എന്നെ തടയുന്നവർ ആരായാലും കുത്തിക്കീറും ഞാൻ അവനെ. കുത്തിക്കീറി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പഠിക്കും. അത് വേറെ കാര്യം. നിദ്രയുടെ രണ്ടാമത്തെ പോസ്റ്റർ. അതെ, കൈകൊണ്ട് വരച്ച പോസ്റ്ററാണ്. ഭരതൻ തന്നെ ചെയ്യുന്നുണ്ട്. ഭരതൻ അങ്ങനെയാണ് ചെയ്തിരുന്നല്ല പോസ്റ്റർ. ഗംഭീര പോസ്റ്റർ ആയിരിക്കും. ഇത്ര നേരം നമ്മൾ കണ്ട പോസ്റ്ററുകളല്ല നിദ്രയുടെ പോസ്റ്റർ. അതാണ് ഭരതൻ ടച്ച് എന്ന് പറയുന്നത്. റിയൽ ഭരതൻ ടച്ച്. ഇതെല്ലാം ഫോട്ടോ വെട്ടിയൊട്ടിക്കൽ പരിപാടികളാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോട്ടോ. കണ്ടോ? ഇതൊരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഇവിടെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ സിനിമകളിലേക്ക് ഡയലോഗ്സ് കൂടി കേൾക്കും. ആ സൗണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അതിപ്പോൾ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളൂ. ആയിട്ടുണ്ട്. അതൊന്ന് നാളെ കിട്ടും. ഇവിടെ കയറുമ്പോൾ തന്നെ ഇത്തരം സൗണ്ടുകളൊക്കെ ആയിരിക്കും നിങ്ങൾ. എല്ലാം അല്ല, കുറച്ച് അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഞാനിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതെങ്കിലും രക്ഷപ്പെട്ടാണ് പ്ലേ ചെയ്യാനായിട്ട്. ഞങ്ങൾ റിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അതിന് ടെക്നീഷ്യന്മാരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത് പവർ പ്ലഗ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഓണായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും നല്ല എക്സ്പെർട്ടീസ് ഉള്ള ആരെങ്കിലും അതിന് ഇല്ല.
ബുദ്ധിമുട്ടാണ് കിട്ടുക. ഇനിയിപ്പോൾ ഇലക്ട്രോണിക് പ്രാന്തന്മാരാരെങ്കിലും വന്നിട്ട് പതുക്കെ Okay. ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കണം. റിസ്ക് ആയിരിക്കും. 8mm ഇതിൻ്റെ പ്രൊജക്ടറിൻ്റെ ബൾബ് ഇതാണ്. ഇനി അങ്ങനെ പല നല്ല കണ്ടീഷനിലാണ്. എല്ലാം നല്ല കണ്ടീഷനാണ്. ഇതൊരു ഓപ്പൺ ചെയ്യാത്ത പാക്കറ്റുകൾ അത് കൂടുതലും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ. അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴല്ലേ. നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടാൻ അത് സാധ്യത കുറവാണ്. കാരണം ഗവൺമെന്റിന് ഓൾറെഡി പൂനെയിൽ ആർക്കൈവ്സ് ഉണ്ട്. റൈറ്റ്. പിന്നെ ബോംബെയിലൊരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട്. ഫിലിം മ്യൂസിയം 2021 തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറേ കാലം പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഫണ്ട് കണ്ടെത്താനൊക്കെ വലിയ പാടായിരിക്കാം. അപ്പോൾ ഇനി ഈ സിനിമകൾ ശരിക്കും പറഞ്ഞ ഫിലിമിൽ നിന്ന് ഡിജിറ്റലൈസ് ചെയ്യണം. ഡിജിറ്റലൈസ് ചെയ്യണമെങ്കിൽ ഇത് സ്കാൻ ചെയ്യണം. അപ്പോൾ അതിന് മെഷീനറി ഹോളിവുഡിലൊക്കെ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ കുറവായിരിക്കാം, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്താൽ ഡിജിറ്റലൈസ് ചെയ്ത് അത് പ്രിസർവ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഫോമിൽ തന്നെ കുറേയും കൂടി നന്നായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത നല്ല ഇതിലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം മീഡിയയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ടച്ചിങ്സ് ഒക്കെ അനുവദിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേരൊന്ന് ഇത് തൊട്ട് തുടങ്ങിയാൽ ഇത് ഡാമേജ് ആവും. ഇത് ഫിലിം ബോക്സസ് ആണ്. ഇത് പ്രൊജക്ടർ ബോക്സസ് ആണ്. ഇത് അതിൻ്റെ വുഡൻ ബോക്സ് ആണ്. അതിൻ്റെ ഒരു ഇവർ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുന്ന ഒരു വുഡൻ ബോക്സ് ആണ്. ഇതെല്ലാം ഫിലിമുണ്ട് ഇതിനകത്ത്. ഞങ്ങളത് പുതിയൊരു പെയിൻ്റ് അടിച്ച് സ്റ്റിക്കർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് റണ്ണിങ് കണ്ടീഷനിലായിരിക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ കുറേ നമുക്ക് യൂസബിൾ ആക്കി എടുക്കാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി സാറിൻ്റെ ഒരു എസ്റ്റിമേറ്റിൽ എന്തായിരിക്കും ഒരു ഫണ്ട് ആവശ്യം വരാറ്? അങ്ങനെ ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ. ഇപ്പോൾ ഇതിനകത്ത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം വെച്ചാൽ സണ്ണി ജോസഫ് സാറൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് നമ്മുടെ ഡോക്യുമെൻ്ററിൽ. അവർ ചെയ്തിട്ടുള്ള ക്ലാസിക് സിനിമയാണ് പിറവിയൊക്കെ. ഇൻ്റർനാഷണൽ അവാർഡ്സ് ഒക്കെ നേടിയിട്ടുള്ള പടമാണ്. അപ്പോൾ ആ സിനിമയുടെ ഒന്നും ഒരു പ്രിൻ്റ് പോലും ഇല്ല. ഇപ്പോൾ സത്യജിത്രയുടെ പടങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ കണ്ടത് ഇവർ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ്. പതർ പഞ്ചാലി, അബൂർ സൻസാർ ത്രയങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്ന് കാണിച്ചാണ് പടങ്ങൾ. ഇവർ കൊണ്ടുവന്ന് കാണിച്ചത് ഇവിടെ ഫിലിം സൊസൈറ്റിയിലുണ്ടായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് വർക്ക്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാനിലുള്ളത്? പ്ലാൻ ഇതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി അടുത്ത മാസം റിലീസ് ചെയ്യുവാണ്. അതോടുകൂടി ഇത് ലോകം മുഴുവൻ അറിയണം. അതോടുകൂടി ഇതിന് ഞങ്ങൾ കൂടുതൽ പ്രിസർവേഷൻ ആവശ്യപ്പെടുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും അത്. അപ്പം നല്ല ആപ്റ്റായിട്ടുള്ള ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നതോ ഒക്കെ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് ഹാൻഡ് ഓവർ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കാം. അത് തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇത് കൂടുതൽ ഭദ്രമായ കൈകളിലേക്ക് എത്തണമെന്നുണ്ട്. എനിക്ക് ലിമിറ്റേഷനുണ്ട്, അമ്മക്ക് ലിമിറ്റേഷനുണ്ട്, അങ്ങനെ എല്ലാവർക്കും ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ കടന്നു വന്നേക്കാം. സിനിമയെ അറിയണം, അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥന. അപ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സാറിനോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികളുണ്ടല്ലോ സിനിമയിലേക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന എല്ലാവർക്കും മിസ്സായി പോയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർ ഇനി വരണം. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർ ഇവിടെ വരണം, വന്ന് കണ്ടിട്ട് പൊക്കോളും. അത്രേ ഉള്ളൂ. സോ ഐ തിങ്ക് ദിസ് ഇസ് ഇൻക്രെഡിബിൾ വാട്ട് യു ഹാവ് ഡൺ ഹിയർ. ഇനി ഇത് ശരിക്കും കുറച്ചും കൂടി ഒരു ബിഗർ പ്ലാറ്റ്ഫോം ആയിട്ട് മാറട്ടെ എന്ന് ഐ വിഷ്. ഈ ഡോക്യുമെന്ററി എന്നായിരിക്കും? അടുത്ത മാസം അതിൻ്റെ സ്ക്രീനിങ് ഉണ്ടാവും, പ്രീമിയർ ഷോ ഉണ്ടാവും. അതിനുശേഷം അത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിലേക്ക് പോകും. അങ്ങനെ ഫെസ്റ്റിവൽസിലേക്ക് പോകുന്നതോടുകൂടി ലോകരെ ഇതിനെ അറിയും. പിന്നെ അങ്ങനെ അറിയുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ റിസൾട്ടിലേക്ക് അത് വരുമായിരിക്കും. അങ്ങനെയാണ് ആഗ്രഹം. കാരണം ഇത് ജനങ്ങളെ അറിയണം. ഒരു പക്ഷേ പല സ്ഥലത്തും പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. 16mm പ്രൊജക്ടഡ് ചില സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പല സ്ഥലത്ത് ഇരിപ്പുണ്ട്. പക്ഷേ അവരാരും ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ലോകത്തിലെ ആദ്യത്തെ 16mm മ്യൂസിയമാണ്, ലോകത്തിലാദ്യത്തെ. പിന്നെ ഇതുപോലത്തെ ഒരു മ്യൂസിയം ഉള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. പക്ഷേ അത് സിനിമകളല്ല, ഡോക്യുമെൻ്ററികളാണ്. അഗ്രികൾച്ചറൽ ഡോക്യുമെൻ്ററികൾ മാത്രമുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ തിരയുമ്പോൾ 16mm പ്രൊജക്ടർ 16mm സിനിമ മ്യൂസിയം ഇനി ഇത് ഉണ്ടാവുള്ളൂ ഫസ്റ്റ്. ഇനി ആര് തുടങ്ങിയാൽ ഇത് രണ്ടാമത്തെ ആയിരിക്കും. എന്തായാലും മലയാളം സിനിമ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്ത്
അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എ പെർഫെക്റ്റ് പ്ലേസ് ഫോർ അസ്. അതായത് നമുക്ക് ഇത്ര ഒരു കൈയകലത്ത് ഇതുണ്ട് എന്നുള്ളത് ഇറ്റ്സ് റിയലി എ ഫാന്റാസ്റ്റിക് തിങ്. സോ ഐ തിങ്ക് ഇത് ഇനി ഒരുപാട് പേരിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സിനിമനെ സ്നേഹിക്കുന്ന ആരായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും യു വിൽ ഫീൽ ഗുഡ്. അത് നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്രൂ മൊത്തത്തിൽ ശരിക്കും ഫീൽ ചെയ്തൊരു സംഭവമാണ്. സോ ഐ തിങ്ക് എല്ലാവരും ഇനി ഇവിടെ വന്ന് കാണണം എന്ന് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇനി സാറ് പറഞ്ഞ പോലെ ഇതിനിയും വേറെ വേറെ ലെവലുകളിലേക്ക് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.